ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചുകൊണ്ടിരുന്നത് ലൈൻ ടൂൾ വഴി നമ്മളൊരു പിക്ചറിനെ ഇമേജിനെ ട്രേസ് ചെയ്യുന്നതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ അതിലെ കളറിങ്ങും പിന്നെ ഗ്രൂപ്പിങ്ങും അങ്ങനെ രണ്ട് വിഷയത്തിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ട്രേസ് ചെയ്ത ആ ഇമേജ്, ആ പിക്ചർ നമ്മുടെ മുമ്പിൽ കാണാം. ഇതിൽ നമ്മളിത് സിമ്പിളായിട്ട് നമുക്കിതിനെ കളർ ഫിൽ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഫിൽ ചെയ്യാനുള്ള കളർ, ആവശ്യമുള്ള കളറിനെ എല്ലാത്തിനും ചെറിയൊരു നമ്മളിവിടെ ഒരു സാമ്പിൾ എടുത്തിട്ട് അതുവഴി നമുക്ക് ചെയ്യുന്നതായിരിക്കും നമുക്ക് നല്ലത്. ആദ്യം നമ്മൾ ഓൾ ടൂൾ എടുക്കാം. കളർ, ആവശ്യമുള്ള കളർ ഏതൊക്കെ വേണം അത് നമ്മൾ ആദ്യമേ ഒന്ന് ചൂസ് ചെയ്ത്, ഇപ്പം തലമുടിക്ക് വേണ്ടി നമ്മളൊരു ഡാർക്ക് ബ്രൗണോ അല്ലെങ്കിൽ ബ്ലാക്കോ ഏതെങ്കിലും ഒരു കളർ നമ്മളെടുത്തിട്ട് നമ്മളൊരു ചെറിയൊരു സാമ്പിൾ എടുത്ത് നമ്മൾ ഇതിൽ നിന്നെടുത്ത് നമുക്ക് കളർ ചെയ്യാൻ പറ്റും. രണ്ടാമത് സ്കിന്നിന് വേണ്ടി നമ്മളൊരു കളർ എടുക്കുന്നത്, നമ്മൾ നോക്കാം ഈ കളർ എങ്ങനെ ഇരിക്കുന്ന. ഇത് ഇത്തിരി ഭംഗിച്ചു പോയി, ഇത് വേണ്ട, നമുക്ക് വേറൊരു നിറം എടുക്കാം. ഇതിലും സ്കിൻ ടോൺ കളർ എടുക്കാം നമുക്ക്. ഇത് തന്നെ എടുക്കാം. ഈ കളർ നമ്മൾ സ്കിന്നിന് വേണ്ടി എടുത്ത്, പിന്നെ ഇനി ഷർട്ടിന് വേണ്ടി ഒരു കളർ എടുക്കാം. നമ്മൾ ബ്ലൂ ഷർട്ട് വേണ്ടി ബ്ലൂ കളർ എടുക്കാം. പിന്നെ അകത്തെ ഈ സ്ട്രിപ്സിന് വേണ്ടി നമ്മൾ വേറൊരു കളർ എടുക്കാം. ബ്ലൂയിൽ ചേർന്ന് ഈ കളർ എടുത്ത്, പാൻസിന് വേണ്ടി നമ്മൾ ഗ്രേ കളർ എടുത്തിട്ട് ഗ്രേ. ഷൂസിന് വേണ്ടി നമ്മൾ വേറൊരു കളർ എടുക്കാം. ബ്ലാക്കോ ബ്രൗണോ, അത് നമ്മൾ ഏതൊരു ലെതർ കളർ. ഓക്കെ, നമ്മൾ ഇതെടുത്ത് ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ഈ ഐ ഡ്രോപ്പർ ടൂൾ വഴി എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു കളർ എടുത്ത് ബക്കറ്റ് ടൂൾ ഇവിടെ നിന്ന് എടുത്ത് പെയിന്റ് ബക്കറ്റ് ടൂൾ, അതിനെ നമ്മളിപ്പം ഇങ്ങോട്ട് ഇത് ഫിൽ ചെയ്ത് ഇവിടെ ഫിൽ ചെയ്ത് ഇവിടെ, പിന്നെ പിരുവത്തിന് വേണ്ടിയും നമ്മൾ ഇതേ കളർ എടുക്കാം. നമുക്ക് ആവശ്യമുള്ള കളർ എടുക്കാം എടുത്ത്. നെക്സ്റ്റ് നമ്മൾ സ്കിന്നിന് വേണ്ടി എടുത്തിരിക്കുന്ന കളർ ഇതായിരുന്നു. അതിന് വേണ്ടി നമ്മൾ ഐ ഡ്രോപ്പർ ടൂൾ എടുക്കാം. ഈ കളർ എടുത്ത് പെയിന്റ് ബക്കറ്റ് ടൂൾ എടുത്തിട്ട് നമ്മൾ മൊത്തം സ്കിന്നിനെ നമ്മൾ എടുത്ത്, ചെവിക്ക് വേണ്ടിയും രണ്ട് ചെവിക്കും നമ്മൾ ഇതേ കളർ എടുത്ത്, കഴുത്തിനു വേണ്ടിയും നമ്മൾ ഈ കളർ എടുത്ത്. ഇനി നമുക്ക് അടുത്ത് എടുക്കേണ്ടത് കണ്ണിന് വേണ്ടിയാണ്. കണ്ണിന് വൈറ്റും ബ്ലാക്കും രണ്ട് കളർ എടുക്കാം. അപ്പം ആദ്യം വൈറ്റ് നമ്മളിവിടെ നിന്ന് എടുത്തിട്ടില്ലായിരുന്നു, നമുക്ക് വൈറ്റ് ഇവിടെ നിന്ന് തന്നെ എടുക്കാം. വൈറ്റ് കളർ എടുത്ത് കണ്ണിൻ്റെ ഈ പോർഷൻ രണ്ടും നമ്മൾ വൈറ്റ് കളർ വെച്ച് ഇത്. പിന്നെ അകത്ത് മൊത്തം നമ്മൾ ഒന്ന് ബ്ലാക്ക് അങ്ങ് ഇടാം. ബ്ലാക്ക് വേണമെങ്കിൽ മറ്റേ ഡാർക്ക് ബ്ലാക്ക് വേണമെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് എടുത്ത് ബ്ലാക്ക് കളർ. കണ്ണിനൂടെ വൈറ്റ് എടുക്കാം. കണ്ണ് റെഡി ആയി നമുക്ക്. പിന്നെ ഇവിടെ ഈ പല്ലിൻ്റെ ഭാഗത്ത് നമുക്ക് വൈറ്റ് ഇടാം, പക്ഷെ ഇത് മൊത്തം വൈറ്റ് ആയിട്ടുണ്ട്. ഇതിന് കാരണം ഇവിടെ ഇപ്പം എല്ലാവരും ചെയ്ത് കാണിക്കാം. നമ്മൾ സൂം ചെയ്ത് കാണുമ്പം നമുക്കിവിടെ കാണാം ഇതിവിടെ യോജിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇടുന്ന കളർ മൊത്തം ഫേസിലോട്ട് മൊത്തം എല്ലായിടത്തോട്ടും പടരുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ സെലക്ഷൻ ടൂൾ എടുത്ത്
ഇതിനെ പിടിച്ച് ഇതിനെ ഇവിടെ യോജിപ്പിക്കുക. ഇനി പല്ലിന്റെ സ്ഥലത്തോട്ട് നമ്മൾ വൈറ്റ് കളർ ഇടാം. അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് ഷർട്ടിന്റെ കളർ ഫിൽ ചെയ്യാൻ വേണ്ടിയായിരുന്നു. അപ്പം നമ്മൾ ഷർട്ടിന് വേണ്ടി കളർ ചൂസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ബ്ലൂ കളറാണ്. ഈ ബ്ലൂ കളർ നമുക്ക് എടുക്കാം. ബെൽറ്റിന് വേണ്ടി നമ്മൾ ഇതേ കളർ എടുത്ത്, പാൻസിന് വേണ്ടി ഷൂസിന് വേണ്ടി നമ്മൾ കളർ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഫിൽ ചെയ്താൽ മതി. ഫിൽ ചെയ്യാം. അങ്ങനെ നമ്മുടെ കളറിങ് നമ്മൾ പഠിച്ചു കഴിഞ്ഞ് ഇനി നമ്മൾ അടുത്തത് നമ്മൾ ഇതിനെ മൊത്തം ഒന്ന് ഡിലീറ്റ് ചെയ്യാം. അടുത്ത നമ്മൾ ഗ്രൂപ്പിനെ പറ്റി, ഗ്രൂപ്പ് എങ്ങനെ ചെയ്യുന്നത് അത് നമുക്ക് കാണാം. നമ്മൾ സാധാരണ ഒരു ലൈൻ ടൂൾ കൊണ്ട് ഒരു ലൈൻ വരച്ച്, അതേപോലെ തന്നെ നമ്മൾ ഇതിന്റെ മേളിൽ കൂടെ തന്നെ വേറൊരു ലൈൻ ഇട്ടു. ഇനി നമ്മൾ ഇതിനെ ഒന്ന് വേറെ രൂപത്തിൽ ആക്കണോ, അതോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആർച്ച് പോലെ ആക്കണോണ്ടോ പക്ഷെ നമ്മൾ വിചാരിക്കുന്ന രൂപത്തിലോട്ട് നമുക്ക് അതിനെ മാറ്റി എടുക്കാൻ പറ്റത്തില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന കണക്ക് നമ്മളെ അതിനെ ഇങ്ങോട്ടും ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഇവിടെ യോജിച്ചിരിക്കുന്ന സ്ഥലത്തോട്ട് വെച്ച് ഇത് ഒട്ടിയിരിക്കും. ഇതിന് വിട്ട് കിട്ടത്തില്ല. അതുപോലെ തന്നെ നമ്മൾ സർക്കിൾ ഈ ഓൾ ടൂൾ എടുത്തിട്ട് നമ്മളൊരു റൗണ്ട് ഷേപ്പ് വരയ്ക്കുന്നത് വേറെ കളർ എടുത്തിട്ട് അങ്ങനെ 3 സർക്കിൾ നമ്മളിവിടെ വരച്ച് ഇതിനെ ഇനി നമ്മൾ ഒന്ന് മാറ്റണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ സിംഗിൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച കണക്ക് സിംഗിൾ ക്ലിക്ക് ചെയ്തിട്ട് മാറ്റുമ്പം വെറും അങ്ങനത്തെ ഫിൽ കളർ മാത്രമേ മാറത്തുള്ളൂ, സ്ട്രോക്ക് മാറത്തില്ല സ്ഥാനത്ത്. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ ചെയ്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് നമ്മൾ മൊത്തത്തിൽ മാറ്റുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ കാണാം ഇത് ഇവിടെ നിന്ന് കട്ടായിട്ടുണ്ട്. ഇതിനെ എങ്ങനെ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ മാറ്റുമ്പം ഇതിന്റെ ഒരു ഭാഗവും കട്ടായിട്ടുണ്ട്. അപ്പം ഇത് ഒന്നിന്റെ മുകളിലോട്ട് മറ്റത് വന്നു കഴിഞ്ഞാൽ താഴത്തെയുള്ള ഷേപ്പിൽ നിന്ന് കട്ടായി പോകും.
അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അപ്പോഴാണ് നമുക്ക് ഈ ഗ്രൂപ്പിന്റെ ഗുണം മനസ്സിലാകുന്നത്. നമ്മൾ ഇതിനെ ഡിലീറ്റ് ചെയ്ത് നമ്മളൊരു ലൈൻ വരയ്ക്കുന്നത്, ഇതിന് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ വേറൊരു ലൈൻ കൂടെ ഇടുന്നു, അതിനെയും ഡബിൾ ക്ലിക്കോ അല്ലെങ്കിൽ കൺട്രോൾ G വെച്ചിട്ട് അതിനെ ഗ്രൂപ്പ് ചെയ്യുന്നു. പിന്നെ വേറെ 2 ലൈൻ കൂടി ഇടാം നമുക്ക്. കൺട്രോൾ G ഗ്രൂപ്പ് ചെയ്ത്. ഇപ്പം നമ്മൾ ഇത് 4 ഗ്രൂപ്പായിട്ടുള്ള ലൈൻ. ഇതിന്റെ ഗുണം എന്ന് വെച്ച് കഴിയുമ്പം ഇതിനെ നമ്മൾ ഇതിനെ മുകളിലോട്ട് വെച്ച് ഏത് ലൈനിന് വേണമെങ്കിലും നമുക്ക് മാറ്റാം. നമ്മൾ ഇത് ഇതിന്റെ മുകളിൽ തന്നെ ഇരിക്കുന്നുണ്ട് പറഞ്ഞാൽ, പക്ഷേ ഗ്രൂപ്പായിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഇത് എല്ലാം തന്നെ ഓരോ ലൈനും സ്വന്തമായിട്ട് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് മറ്റൊരിലോട്ട് പോയി യോജിക്കത്തില്ല, ചേരത്തില്ല. അപ്പൊ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഒന്നിനെ മൂവ് ചെയ്യാം. പക്ഷെ ഇതിനെ നമ്മളിപ്പം കളർ ചെയ്യണമെന്നുണ്ട് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ഒരു കളർ എടുത്ത് ഇതിനെ ഫില്ല് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫില്ല് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 4 ഒന്നിച്ചിരിക്കുന്നതേ ഉള്ളൂ, പക്ഷെ 4 കൂടിയിട്ട് ഒരു ബോക്സ് ആകുന്നില്ല. നമുക്ക് കാണാൻ പറ്റും ഒരു സ്ക്വയർ പോലെ, പക്ഷെ ബോക്സ് അല്ല അത്. ബോക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് 4നെയും ഒന്നാക്കി എടുക്കണം, ബ്രേക്ക് ചെയ്യണം. ഗ്രൂപ്പ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഇത് ഗ്രൂപ്പ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്. ഇതിനെ സെലക്ട് ചെയ്യുക, എല്ലാത്തിനെയും ഒന്നിച്ച് സെലക്ട് ചെയ്യുക, എന്നിട്ട് കൺട്രോൾ B ചെയ്ത് കഴിഞ്ഞാൽ ഇത് എല്ലാം ഗ്രൂപ്പ് ബ്രേക്ക് ആയിട്ട് എല്ലാം ഒന്നിച്ചു യോജിച്ചു. ഇനി നമുക്ക് ഇതിൽ കളർ ഫിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് കളർ ഫിൽ ആവും. ഇതാ ഗ്രൂപ്പിംഗിന്റെ ഒരു ഗുണം. അതുപോലെ തന്നെ നമ്മൾ ഒരു സർക്കിൾ എടുത്ത് ഇതിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് കൺട്രോൾ G ഗ്രൂപ്പ്. ഇനി അടുത്തത് നമ്മൾ വേറെ കളർ എടുക്കാം. വെച്ചിട്ട് ഒരു സർക്കിൾ വരയ്ക്കാം. ഇതിനെ നമ്മൾ സെലക്ട് ചെയ്ത് കൺട്രോൾ G അടിച്ച് അതിനെ ഗ്രൂപ്പ് ചെയ്ത്, മൂന്നാമത്തത് ഒന്നുകൂടെ നമുക്ക് എടുക്കാം. ഓൾ ടൂൾ എടുത്തിട്ട് ഇതിനെ സെലക്ട് ചെയ്ത് നമ്മൾ കൺട്രോൾ G ഗ്രൂപ്പ് ചെയ്ത്. ഇനി ഗ്രൂപ്പിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ എങ്ങനെയായാലും ഇത് 3 കൂടെ പോയാലും ഇത് തമ്മിൽ ഒട്ടത്തില്ല. എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഒന്നിന്റെ മേളിൽ തന്നെയാ, പക്ഷെ എല്ലാം സെപ്പറേറ്റാ. നമുക്ക് എനിമേഷന് മുമ്പോട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഗ്രൂപ്പിങ്ങിന് വളരെ ഉപയോഗം നമുക്ക് പെടുന്നതാണ് ഈ ഗ്രൂപ്പിംഗ്. ഇപ്പൊ ഇതിങ്ങനെ ഇരിക്കുന്ന, അപ്പം നമ്മൾ ഇതിനെ ഇപ്പൊ സെലക്ട് ആയിരിക്കുന്നതിനെ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് അറേഞ്ച് ചെയ്ത് ഇതിന് ഏറ്റവും ബാക്കിലോട്ട് വേണമെങ്കിൽ സെൻഡ് ടു ബാക്ക്, അല്ലെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ കീ അടിച്ചാലും ഇത് ബാക്കിൽ പോകും. ഇത് ബാക്ക് ചെയ്യുമ്പം ഇത് ഏറ്റവും ബാക്കിൽ. ഇനി ഇതിനെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് അറേഞ്ചിലോട്ട് പോയി ബ്രിങ് ടു ഫ്രണ്ട്, അല്ലെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് അപ്പ്. ഈ ഗ്രീനിനെ നമ്മൾ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അറേഞ്ചിലോട്ട് ചെയ്യുക, ബ്രിങ് ടു ഫ്രണ്ട്. അതായത് ഗ്രീൻ മുമ്പിലോട്ട് വന്നിട്ടുണ്ട്. എങ്ങനെ വേണമെങ്കിലും ഇതാ ഇതിന്റെ ഒരു രസം. ഇപ്പൊ ഈ ബ്ലൂവിനെ നമുക്ക് മുമ്പിലോട്ട് കൊണ്ടുവരണമെങ്കിൽ ഇതിനെ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്ത് അറേഞ്ച്, ബ്രിങ് ടു ഫ്രണ്ട്.
വന്നു. ഇതാണ് നമുക്ക് ഗ്രൂപ്പിങ്ങിൻ്റെ ഒരു ഗുണം. ഇതെല്ലാം നമുക്ക് ഇനി മുമ്പിലോട്ട് അനിമേറ്റ് ചെയ്യുമ്പം നമുക്ക് ഇതിൻ്റെ എല്ലാം പല ഉപയോഗങ്ങളും നമുക്ക് വരും. അപ്പം നമ്മൾ ഇന്ന് കളർ ഫില്ല് ചെയ്യുന്നതും പിന്നെ ഗ്രൂപ്പിങ്ങിൻ്റെയും, എന്നിട്ട് ഈ ഗ്രൂപ്പിനെ ഇപ്പം ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഇപ്പം ഇതെല്ലാത്തിനും ഇപ്പം ഗ്രൂപ്പായിട്ട് ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ യോജിക്കാതെ. ഇനി ഇതിനെ നമ്മൾ ഗ്രൂപ്പ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ സെലക്ഷൻ ടൂൾ വെച്ചിട്ട് എല്ലാത്തിനെയും ഒന്നിച്ച് സെലക്ട് ചെയ്യുക, Ctrl+B. ഇനി നമുക്ക് ഇതിനെ മാറ്റുവാണെങ്കിൽ എല്ലാം മൂന്നും ഒന്നിച്ച് ഇത് മാറത്തുള്ളൂ. ഇനി ഒന്നും സെപ്പറേറ്റ് ആകത്തില്ല, എല്ലാം ഒന്നിച്ച്. ഇന്ന് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നതും കളർ ചെയ്യുന്നതും പഠിച്ച് ഇനി അടുത്ത ഒരു വിഷയം കൊണ്ട് നമ്മൾ അടുത്ത ഒരു വീഡിയോയിലോട്ട് വരുത്തിയാണ്. നിങ്ങളെല്ലാവരും പരമാവധി അത് കാണണം. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ വീട്ടിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. എന്നാലേ നമ്മൾ അനിമേഷനിൽ നിങ്ങൾ എളുപ്പമായിട്ട് ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അനിമേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.